അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇത് ഞാൻ പറയുന്നതല്ല. അതെ, കീം പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിൽ സത്യമില്ലേ? സത്യം മാത്രമേ ഉള്ളതില്ല, 100% സത്യമാണ്. അപ്പൊ ഇത് ആരുടെ വീഴ്ചയാണ് സർ? സംശയം എന്താ? ഇന്നലെ പന്തംകൊളുത്തി പ്രകടനവും മിനിയാന്ന് പന്തംകൊളുത്തി പ്രകടനവും, ഇന്നലെ പണിമുടക്ക്, പണി സ്തംഭിപ്പിക്കലും, പണി ചെയ്യാൻ ജനങ്ങളെ അനുവദിക്കാതെ ആര് സമരം നടത്തിയിട്ടുണ്ടോ ആ ഒരു ബ്യൂറോക്രസിയുടെ ശ്രമഫലമായിട്ടാണ് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചത് കേരള വിദ്യാഭ്യാസ രംഗം. എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണിത്, ഈ ടെസ്റ്റ്. ഇതുവരെ അതിന് ശരിയായിട്ടൊരു മാനദണ്ഡം, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ ഈ ബ്യൂറോക്രസിക്കോ ആ ബ്യൂറോക്രസിയെ ഭരിക്കേണ്ട ഗവൺമെൻറ്റിനോ കഴിയുന്നതില്ല. ഈ ബ്യൂറോക്രസി ഇതുപോലെ സമരങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരായുധമായിട്ട്, കേന്ദ്രത്തിനെതിരെ സമരം നടത്താനുള്ള ഒരു സമരായുധമായിട്ട് കേരള ഗവൺമെൻറ് വിനിയോഗിക്കുന്നതിൻ്റെ ഫലമാണ്. അവരുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതോടുകൂടി അവരുടെ ഇനഫിഷ്യൻസി എന്ന് പറയുന്ന കഴിവുകേട് കൂടിക്കൂടി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിലിയു അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ വർഷാവർഷം നടക്കുന്ന ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കുന്നതിൻ്റെ കമ്മീഷണർ, അതിൻ്റെ കീഴിലുള്ള ആൾക്കാർ ചേർന്നിട്ട് ഒരു സ്ഥിരമായിട്ടൊരു സംവിധാനം ഈ കാലാകാലങ്ങളിലെ ഫലങ്ങളനുസരിച്ച് ഉണ്ടാക്കാനുള്ള സമയം എന്നേ വൈകിക്കഴിഞ്ഞു. കാരണം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് മാനദണ്ഡമാക്കിയിട്ട് എഞ്ചിനീയറിങ്ങിനും മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കും മാനദണ്ഡമാക്കിയിട്ട് എത്രയോ വർഷങ്ങളായി എന്ന് മാത്രമല്ല, കേരളത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസ മേഖലയാണ്. അവിടെയാണ് അവരുടെ സ്റ്റേക്ക് ഇപ്പോൾ വളരെ കുഴപ്പത്തിലായിരിക്കുന്നത്. മിന്നിത്തിളങ്ങുന്ന ചിരിയുമായി നിൽക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. റാങ്ക്, ഇതിൽ എഞ്ചിനീയറിംഗ് കിംസിൽ റാങ്ക് നേടിയ ആൾക്കാരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. എത്രമാത്രം സന്തോഷമായിരുന്നു. ദേ വെയർ ഓൺ ക്ലൗഡ് 7. അങ്ങനെ സന്തോഷത്തിൽ ആറാടി നിന്ന കുട്ടികളുടെ എല്ലാം, തങ്ങൾക്ക് എൻട്രൻസ് കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ചിരുന്ന കുട്ടികളുടെ മുഴുവൻ സന്തോഷം ഇതോടുകൂടി ഇല്ലാതായിരിക്കുന്നു. ഇനി വീണ്ടും ഒരു പരീക്ഷ എന്ന്, അത് കിം ഫലം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. കിം ഫലം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയതുകൊണ്ട് ഇനി വീണ്ടും ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ഗവൺമെൻറ്റിൻ്റെ അലംഭാവം കൊണ്ട് ഈ വിദ്യാർത്ഥി സമൂഹം. അതാണ് ഏറ്റവും വലിയ സങ്കടം ആയിട്ട് മാതാപിതാക്കൾക്കും കേരളീയ സമൂഹത്തിനും അനുഭവപ്പെടുന്നത്. അവരെഴുതിയ പരീക്ഷ റദ്ദാക്കിയതുപോലെ ഒരു അനുഭവമാണ് ഇപ്പോൾ വരുന്നത്. കോടതി പറയുന്നത് പോലെ സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അത് എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണം. ഒരു പക്ഷേ ഇത് നേരത്തെ, ഇതിന് സാർ പറഞ്ഞതുപോലെ നേരത്തെ ഇതിനൊരു പരിഗണന കൊടുത്ത് നേരത്തെ ഇതിനൊരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുമായിരുന്നില്ല. കാരണം സർക്കാരിന് അധികാരമുണ്ട്, അല്ലേ? അതെ, തീർച്ചയായിട്ടും സർക്കാരിന് ഇതിന് അധികാരമുണ്ട്. സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരമാണ് അവർ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതിരുന്നത്. ഈ പരീക്ഷയ്ക്ക് ഒരു മണിക്കൂർ മുമ്പ് മാത്രം ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം അൺപ്രൊഫഷണലായിട്ടുള്ള രീതിയാണ്, നീതിയില്ലാത്ത ഒരു രീതിയാണ്. അതുതന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. വളരെ മുമ്പേ തന്നെ ഇതാണ് പ്രോസ്പെക്ടസ് എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുക്കണം. അതാണ് നീതി, അതാണ് ഭരണഘടന പറയുന്നത്. എന്താണ് താൻ എഴുതാൻ പോകുന്നത്, അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു അവകാശം ഓരോ വിദ്യാർത്ഥിക്കുമുണ്ട്. നോക്കൂ, ഒരു പ്രതിക്ക് പോലും താൻ എന്താണ് തെറ്റ് ചെയ്തത്, അത് എന്തിനു വേണ്ടിയാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്നറിയാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, നീതിന്യായ ശാസനം അത് അംഗീകരിക്കുന്നുണ്ട്. എന്നിരിക്കെ കുട്ടികൾക്ക് ഏതടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വിജയമെന്നുള്ളത് അറിയാനൊരു അവകാശം കൊടുത്തില്ല, അതിന് സാവകാശം കൊടുത്തില്ല എന്നുള്ളത് കോടതിയെ എന്നല്ല സാമാന്യ നീതി അനുസരിച്ചും തീർച്ചയായിട്ടും ഒരു തെറ്റായ നടപടിക്രമമാണ്. ആ നടപടിക്രമത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ, അതായത് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും CBSE, ICSE അങ്ങനെയുള്ള കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള മാർക്ക് വരുന്നു. ഇതിന്റെ ഒരു ഏകീകരണമാണ് ഇവിടെ സാധ്യമാകാതെ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം +1 ഇപ്പോൾ ഒരു ബോർഡ് എക്സാം ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ അത്തരത്തിലാണ് വന്നിരിക്കുന്നത്. +1ന്റെ മാർക്ക് പിന്നീട് അതും കൂടെ ഏകീകരിച്ചുകൊണ്ടാണ് +2ന്റെ റിസൾട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ടഫാണ് കുട്ടികൾക്ക്. +2 എഴുതുന്ന കുട്ടികൾക്ക് നന്നായിട്ട് അറിയണം. +1നും അവർക്ക് പാസ്സാവണം, +2നും പാസ്സാവണം. മറ്റേത് ഒരു വർഷം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതിയായിരുന്നു കുട്ടികൾക്ക്. നല്ല മാർക്ക് വാങ്ങിച്ച് അവർ ഒരു പക്ഷെ നല്ല രീതിയിൽ പോയേനെ. പക്ഷേ ഇപ്പോൾ +1നും അതുപോലെ തന്നെ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് അവർ പഠിക്കാൻ കയറുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു വർഷത്തിൻ്റെ അവസാനം ബോർഡ് എക്സാം വരിക എന്ന് പറയുന്നത്
വളരെ ടഫാണ്. പിന്നെ പ്ലസ് ടു, അതായത് ഇത് രണ്ടും കൂടെ ഏകീകരിച്ചാണ് പ്ലസ് ടുവിന്റെ റിസൾട്ട് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ, സംസ്ഥാന സർക്കാരിന് വരുന്നത്. അപ്പൊ ശരിക്കും ടഫാണ്. പക്ഷേ ഇവിടെ വരുന്നത് CBSEയുടെ ഇതിന്റെ താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ തരത്തിലുള്ള കുട്ടികൾക്ക്, അതായത് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 100% മാർക്ക് കിട്ടുന്നു, മറ്റേത് അത്രയും വരുന്നില്ല. അപ്പോൾ കീമിന്റെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് കൂടെ വരുന്നത് 95% CBSE പ്രകാരം എഴുതുന്നവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമീകരണമാണ് ഇവിടെ നടന്നത്. പക്ഷേ അത് അറിയിക്കണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നടത്തിക്കോട്ടെ, അതിലല്ല പ്രശ്നം. കുട്ടികളെ ഇത് അറിയിക്കണമായിരുന്നു. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് കൊടുക്കണമായിരുന്നു. അത് അറിയാതെ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചത് തെറ്റായ കീഴ്വഴക്കമായി എന്നുള്ളതാണ് ഇവിടെ കംപ്ലയിൻറ്റ്. നോക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്ന കോടതി വളരെ ശരിയായിട്ടുള്ള രീതി അത് പറഞ്ഞിരിക്കുന്നത്. കളി തുടങ്ങിയ ശേഷം ചട്ടത്തിൽ മാറ്റം വരുത്താനാകില്ല. നിങ്ങൾ ഏതെങ്കിലും ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, അതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്താണെന്ന് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം. ഇത് കളി തുടങ്ങാൻ നേരമാണ് നിയമങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു കളി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫെയർ പ്ലേ എന്നുള്ളതാണ് കോടതിയുടെ വാദം. 100% അത് നീതിയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് ഈ കാര്യത്തിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പിടിപ്പുകേട് തന്നെയാണ് ഈ കാര്യത്തിൽ കാണുന്നതെന്നുള്ളത് എല്ലാവരും സാർവത്രികമായിട്ട് അംഗീകരിച്ചിരിക്കുക. ഗവൺമെൻറ്റിന് ഇപ്പോൾ അത് നോക്കൂ, ഗവൺമെൻറ്റിൻ്റെ ഒരു മെഷീനറി പോലും, അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരു മെഷീനറി പോലും ഇതുവരെ ഈ മണിക്കൂർ വരെ ഇതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നില്ല. എന്ത് കോടതി വിധി വന്നാലും ശരി, ആ കോടതിയെ വിമർശിക്കുന്നവർ ഇപ്പം നിശബ്ദരായിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ വീഴ്ച, തോൽവി, അക്കാര്യത്തിലെ വൻ തോൽവി അവരിവിടെ സമ്മതിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം. സാർ, നമ്മളെ ഏറ്റവും അധികം നോക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം നീറ്റ് കീം പോലെ എക്സാമിന് കുട്ടികൾ ഒരുപക്ഷെ 10ാം ക്ലാസ് മുതലേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBBS പോലുള്ള വലിയ ഡിഗ്രികൾ അല്ലെങ്കിൽ വലിയ നിലയിലുള്ള അവരുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ കഠിന അധ്വാനമാണ്. അത് ഈ ഒരു വർഷം എന്ന് പറയുന്ന അവർ പ്ലസ് ടുവിനോടൊപ്പം തന്നെ അവർ പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലാതെ അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് അത്രമാത്രം രാവും പകലും എന്നില്ലാതെ ഈ പഠിക്കുന്ന ഓരോ കുട്ടികൾ, ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികൾ 20 മണിക്കൂർ, ഒരു കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് 20 മണിക്കൂറാണ് ഞാൻ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം സ്ട്രഗിൾ ചെയ്താണ് ഈ കുട്ടികൾ പഠിക്കുക. അപ്പൊ വീണ്ടും ഇനി എഴുതുക, ഇതുപോലെ തന്നെ നീറ്റ് എക്സാമിന് ഇത്തരത്തിലൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വീണ്ടും എഴുതുക എന്ന് പറയുന്ന കുട്ടികളുടെ മാനസിക നില, അല്ലെങ്കിൽ അവരുടെ ഇനി വരുന്ന ഈ പറയുന്നത് പോലെ അവരുടെ പഠന കാര്യങ്ങളിലും അതേപോലെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരുപാട് ബാധിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം എത്രയോ കുട്ടികൾ സൂയിസൈഡ് വരെ ചെയ്യുന്നു ഈ 10ാം ക്ലാസ് എക്സാം എടുക്കുമ്പോൾ, പ്ലസ് ടു ഇനി ഇത് എഴുതുക എന്ന് പറയുന്നത് അവരുടെ മാനസിക ആരോഗ്യ നിലയെ എന്തുമാത്രം ബാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ ഇങ്ങനെ വരുന്നത്? ഞാൻ വേറൊരു കാര്യം കൂടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയല്ല, ഇന്ന് SFIയുടെ വിദ്യാഭ്യാസ പണിമുടക്കാന്ന് സാർ അറിഞ്ഞല്ലോ. പക്ഷെ ഇന്നാളും കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ബന്ദ് വന്നിരുന്നു. പക്ഷെ ഈ ബന്ധുകളിലെല്ലാം CBSE SCC ഒറ്റ സ്കൂളുകൾ പോകാതെ ഇരിക്കുന്നുണ്ടോ കുട്ടികൾ? ഇല്ല, അവര് സ്കൂൾ ഓപ്പണിംഗ് ആണ്. മാത്രമല്ല ട്രിവാൻഡ്രം, അതായത് ഈ ഒരു സിറ്റി ഏരിയകളിലുള്ള ഒറ്റ സ്കൂളുകളും അങ്ങനെ അടയ്ക്കത്തില്ല. സർക്കാർ സ്കൂളുകൾ ഒഴിച്ച് വേറെ ഒരു സ്കൂളുകളും അടച്ച ചരിത്രമില്ല. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകട്ടെ, എല്ലാ സർക്കാർ സ്കൂളുകളും അടയ്ക്കും. ഇവിടുത്തെ സർക്കാർ സ്കൂളുകളും അടയ്ക്കും. പക്ഷേ ഇവിടെ നഷ്ടമാകുന്ന ഏതാണ്? സാധാരണക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഇവിടെ. ഞാൻ ഇതിന്റെ ചർച്ചയുടെ ഭാഗമല്ല. ഇത്തരത്തിൽ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഒരു കച്ചവടവും കളിക്കാരുമായിട്ട് മാറിപ്പോകുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ ഉണ്ടാവുന്നത്? അലംഭാവങ്ങളല്ല, വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്, ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ SFI സമരം നടത്തുന്നു, യൂണിവേഴ്സിറ്റിയുടെ കവാടങ്ങൾ അടിച്ചു തകർക്കുന്നു, നിലംപരിശാകുന്നു, ബാബറി മസ്ജിദ് തകർത്തതുപോലെ തന്നെ. അവരെ പക്ഷേ ഉന്നയിക്കുന്ന വിഷയം എന്താ? ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല. വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, കേരള പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഒരു അനക്കവും അവർ ഇതുവരെ നടത്തിയിട്ടില്ല. ഗവർണർക്കെതിരെ, ഭാരതമാതാവിനെതിരെയാണ് അവരുടെ സമരം, ചെങ്കൊടിയുമായിട്ടുള്ള സമരം. ഈ വിഷയം ഇങ്ങനെ വന്നിട്ടും വിദ്യാർത്ഥികൾ ചതിക്കപ്പെട്ടിട്ടും കിംസ് എന്ന് പറയുന്ന പരീക്ഷ കൊണ്ട് കിംഫലം എന്നുള്ളൊരു നിലയുണ്ടായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വാക്ക് SFI സംസാരിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഈ അനാസ്ഥയ്ക്കെതിരെ ഒരു വാക്ക് അവർ പറഞ്ഞു. സമരം പോട്ട് ഒരു വാക്ക് പറയാൻ SFIയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. അപ്പോൾ 100% രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി ഉള്ള ഒരു ചട്ടുകമായിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നറിയപ്പെടുന്ന SFI മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിദ്യാർത്ഥികളുടെ ഒരു കോർ ഇഷ്യൂ ആയിട്ടുള്ള, ജീവൻ പ്രധാന പ്രശ്നമായിട്ടുള്ള ഇതിന്മേലെ SFIയുടെ ഒരു നേതാവും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല.
അല്ലെങ്കിൽ ന്യായീകരിക്കട്ടെ. ഇത് ശരിയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്നൊരു ന്യായീകരണവും സാധൂകരണവും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഗവർണർക്കെതിരെയും ഭാരത് മാതാവിനെതിരെയും നടത്തുന്ന അവരുടെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസം എന്താണല്ലേ, അത്തരം സമരങ്ങൾക്കുള്ള തിരിച്ചടിയാണ്, ഒരു കാവ്യനീതിയാണ് ഇപ്പോൾ കോടതിയുടെ വാക്കുകളിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.